അവരവൻ തന്നെ മഹാദേവന്റെ വാക്ക് കേൾക്കാതെ ഇല്ലെങ്കിൽ കേട്ടിട്ടും കേട്ടു നടിക്കാണ്ട് പോയി നാശത്തിലേക്ക് എത്തിച്ചേർന്നു. അതാണ് സതിക്ക് പറ്റിയ ചതി. അങ്ങനെ ചതി പറ്റരുത്. ഇവിടെ അങ്ങനെ ഒരു ചതി പറ്റരുത് എന്നുള്ള നിലയ്ക്കാണ് ഭഗവാൻ ദേവകി വസുദേവന്മാരോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും എന്നെ ഈശ്വരഭാവത്തിൽ നിന്ന് മറന്ന് പ്രവർത്തിക്കാൻ ഇടവരരുത്. ഇടവന്നാൽ എന്താ ദുഃഖിക്കേണ്ടി വരും. അതാണ് അത് മുൻകൂട്ടി പറഞ്ഞു കൊടുത്തു. എന്നാൽ ഏറ്റവും അല്ലേ ഭാഗവതം എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു 10-12 കൊല്ലം ഭഗവാൻ ഇതൊക്കെ പറഞ്ഞ് വൃന്ദാവനത്തിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞ് ലീലകളാടി തിരിച്ചു വന്ന കംസവധാദികളൊക്കെ ചെയ്യുന്നത് വരെ ഇവിടെ ഇവരുടെ ഉള്ളില് പുത്രഭാവം ബ്രഹ്മഭാവം 2 ഭാവങ്ങളും കണ്ടിരുന്നു. കാരണം അടുത്തില്ല. അപ്പൊ അങ്ങനെ ഭഗവാനെ ധ്യാനിക്കാവുന്ന രീതിയിലൊക്കെ പോയിരുന്നു. വെച്ചാൽ അടുത്ത് കിട്ടിയതോടുകൂടി ഇതൊക്കെ മറന്നു. ഉണ്ണി തിരിച്ചു വന്നു. അതോടുകൂടി എല്ലാം മറന്നു. പിന്നെ ഞങ്ങളുടെ ഉണ്ണിയാണ്, കൃഷ്ണനാണ്, ഞങ്ങളില്ലെങ്കിൽ ഈ ഉണ്ണിക്ക് ആരുമില്ല, അങ്ങനെയുള്ള രീതിയിലായി. ഈശ്വരഭാവം എന്നുള്ളത് പിന്നീട് ആ ഒരു 12 കൊല്ലം കഴിഞ്ഞ് പിന്നീട് 125 സംവത്സരം വരെ ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടും ആ 100 കണക്കിന് വർഷങ്ങള് ഇവരുടെ ഉള്ളില് ഈ ഈശ്വരഭാവമേ ഉണ്ടായിട്ടില്ല. ആലോചിച്ച് നോക്കിയത് നമ്മളോട് പറഞ്ഞു തരുന്നത് നമുക്ക് ഭഗവാനെ സ്മരിക്കല് ആണ് ബുദ്ധിമുട്ടായിട്ടുള്ളത്. നമുക്ക് അറിയുക ചെയ്യാം, ഭഗവാനെ സ്മരിക്കണം. പക്ഷേ ലൗകികമായിട്ടുള്ള കാര്യങ്ങളുടെ തിരക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പരമാവധി പറ്റുന്നതും ഈശ്വരനെ ഒഴിവാക്കുക, പരമാവധി ഒഴിവാക്കുക. ഭാഗവതം പറയാ ദേവകി വസുദേവന്മാർക്ക് തന്നെ അങ്ങനെ ഉണ്ടായത്. ഇന്നിപ്പോ ബാക്കിയുള്ളവരുടെ കാര്യം പറയാൻ പോകുന്നു. ഭഗവാനെ ഓർക്കണം. നമ്മൾ മറ്റുള്ളവരോട് പറയും ഭഗവാനെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇയാളെപ്പോഴും ചെയ്യുന്നതറിയില്ല. ഈ പറയലേ എളുപ്പമാണ്, പക്ഷേ സ്മരിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്.